നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള കറൻറ്റ് ഫീലിങ്സും അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് ഹൈഡ് ചെയ്യുന്നത് എന്താണെന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക. വേണ്ടാത്ത എനർജികളെ കണക്ട് ചെയ്ത് മാനിഫെസ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റിലുള്ളവർക്കും ഒക്കെ കണക്ട് ചെയ്യാൻ കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയുടെ എനർജി ഏതുപോലെയാണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് അവരുടെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു എനർജി, ഒരു മെസ്സേജ് ലഭിക്കണമെങ്കിൽ കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ കമൻറ്റിനകത്ത് ഒരു അഫർമേഷൻ രൂപത്തിൽ എഴുതാൻ ശ്രമിക്കുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്യുന്നതിനും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഈ കറൻറ്റ് സമയം ഈ ഒരു സമയത്ത് പ്രസൻറ്റിലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലും ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക. ഒരു ബുക്കിനകത്ത് 11 ടെക്നിക്കിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ വരേണ്ട മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ അഫർമേഷൻസ് ഡെയിലി എഴുതാൻ ശ്രമിക്കുക. 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റം വരും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആകുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, കറൻറ്റിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനും ഒരു തിരുത്തൽ വേണമെങ്കിൽ ഒരു തിരുത്തലൊക്കെ വരുത്തി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും ടാറോ റീഡിങ്സിൻ്റെ പേഴ്സണൽ റീഡിങ്സ് കൊണ്ട് ഫലപ്രദമാണ് കേട്ടോ. പിന്നെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളവരും നോ കോണ്ടാക്റ്റിൽ ഇപ്പോൾ അവരുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവരൊക്കെ മാത്രം കാണുക കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ പോകുന്ന ബന്ധങ്ങളിലേക്കൊന്നും ഒരിക്കലും ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യേണ്ട. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് 4 ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ എനർജിയിലാണ് കേട്ടോ. വളരെയധികം മതിമറന്ന് സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ വളരെ ശക്തമായിട്ട് അട്രാക്റ്റഡ് ആണ്. ഒരു സോൾ കണക്ഷൻസിൻ്റെ എനർജി പോലെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല വളരെ പോസിറ്റീവായിട്ട് ക്ഷമയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ആക്ഷൻ എടുത്ത് തേർഡ് പാർട്ടി കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു ഫേസ് ഇല്ല അവിടെ ഒരു എന്താ പറയുക, അവർ തമ്മിൽ വലിയൊരു കണക്ഷൻസിലേക്ക് കണക്റ്റഡ് ആകാതെ നിൽക്കുന്നുവെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വളരെ ശക്തമാകുന്ന ഫയർ എനർജിയുടെ പ്രസൻസ് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. സ്ട്രോങ് എനർജിയിലൂടെയാണ് ആ ഒരു ബന്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മെയ് മാസത്തിൻ്റെ എനർജിയൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. മെയ് മാസം അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്. ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ റീഡിങ്സിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൻ്റെ ഒരു ഹാഫ് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും ഒരു സ്പിരിച്വൽ എനർജിയിലൂടെയാണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കും കേട്ടോ മക്കളെ. ഇതിനകത്ത് മാര്യേജ് എനർജി പ്രസൻസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉടനെ എങ്ങാനും മാര്യേജ് ചെയ്ത വ്യക്തികളുടെ എനർജി ആവാം. അതല്ലെങ്കിൽ വിവാഹത്തെ ബേസ് ചെയ്താണ് ഇവിടെ തേർഡ് പാർട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലുള്ളവരാണ് കേട്ടോ കൂടുതൽ നിൽക്കുന്നത്. ഓപ്പോസിറ്റ്, അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും അകലത്തിൽ നിന്ന സമയത്താവാം നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയത്. ഇപ്പോൾ വീണ്ടും റീകണക്ട് ചെയ്ത് ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് തേർഡ് പാർട്ടിയിൽ കാണുന്നത്. പാസ്റ്റിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു പോയൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി പ്രസൻസ് അവിടെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പ്രഗ്നൻസി എനർജിയുടെ പ്രസൻസും എല്ലാം തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ചിലരുടെ എനർജികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാത്തിരിപ്പിൻ്റെ, ഒരു പുതിയ സൃഷ്ടിയുടെ, പുതിയൊരു മാറ്റത്തിൻ്റെ, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് തേർഡ് പാർട്ടി എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആണ് കേട്ടോ നിങ്ങളുടെ ഈ എനർജിയിൽ വന്നിരിക്കുന്നത്. ശരിക്കും നല്ല പോലെ എഫോർട്ട് എടുത്ത് തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു എനർജീനെയാണ് തേർഡ് പാർട്ടിയിൽ കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടി നടത്തിയ ത്യാഗത്തിൻ്റെ ഫലം, തേർഡ് പാർട്ടി ചെയ്ത കോൺസെൻട്രേഷൻ്റെ ഫലം തേർഡ് പാർട്ടിക്ക് ലഭിച്ചു. ആ ഒരു റിസ്ക് എടുത്തതിൻ്റെ ഫലം തേർഡ് പാർട്ടി ഇപ്പം പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു, മറന്ന് സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ എംബറസ് എനർജി വന്നിട്ടുണ്ട്. വളരെയധികം കെയറിങ് എനർജിയിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് കേട്ടോ. ശരിക്കും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ബേസ് ചെയ്ത് ഒരു ബൗണ്ടറി തീർത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെയും തേർഡ് പാർട്ടി വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷൻസ്, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു വീർപ്പുമുട്ട് അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം കണക്റ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ ഒരു സന്തോഷം കൈമാറേണ്ടി വരുന്ന നിമിഷങ്ങൾ, ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാൻ തേർഡ് പാർട്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മാര്യേജ് എനർജിയൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളെ ആണെങ്കിൽ അവരൊരു പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗുഡ് ന്യൂസിന്, അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന എനർജിയിലേക്ക് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പ്രാർത്ഥനയോടുകൂടി കേട്ടോ. എന്താണെങ്കിലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങൾക്ക് പരിഭവമൊന്നും തോന്നരുത്. നമുക്ക് കിട്ടുന്ന റീഡിങ്സ് തന്നേ പറ്റുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി, വളരെ ബോണ്ടുള്ളൊരു എനർജി, വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആണ്, അവരുടെ വാക്കുകൾക്ക് വലിയ വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി തീരുമാനിക്കുന്നത് എന്താണോ അത് നടപ്പിലാക്കാൻ പാകത്തിനുള്ള ഒരു പവർഫുള്ളായൊരു മസ്കുലൻ എനർജിയോട് കൂടിയ വ്യക്തിയാണ് കേട്ടോ. അത് മെയിലായാലും ഫീമെയിലായാലും ഒരു മസ്കുലൻ എനർജിയുടെ പവറാണ് തേർഡ് പാർട്ടിക്കുള്ളത്. കാരണം അവർ തീരുമാനിക്കുന്നത് നടപ്പിലാക്കും, സ്ട്രോങ് ആണ്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഡിഫിക്കൽറ്റി ആയ ഒരു എനർജിയിലൂടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ നല്ലപോലെ മാനേജ് ചെയ്ത് പോകേണ്ടി വരുന്ന സാഹചര്യമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണോട്, നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്ക് വളരെയധികം അഡിക്റ്റഡ് ആണ്, ആരാധനയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അവരുടെ ലൈഫിലെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവർക്കിടയിലുണ്ടായിരുന്ന കുറവുകളെല്ലാം ക്ലാരിറ്റി വരുത്തുന്നതായിട്ടും, അല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്തി, അതായത് ക്ലിയറൻസോട് കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നു തെറ്റുകളെല്ലാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതാകുന്ന ആവശ്യങ്ങളെ മനസ്സിലാക്കി ആ കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധയോടും കൺട്രോളോടും റെസ്പോൺസിബിലിറ്റിയോടും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റക്കാണ് കേട്ടോ. തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും സ്റ്റക്കാണ്, നിങ്ങളുടെ വ്യക്തിയിൽ ഫോക്കസ്ഡ് ആണ്. ആ ഒരു ബന്ധത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജിയും കൂടി കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അവിടെ ഒരു ചെറിയ ഡാർക്ക് എനർജിയുടെ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സരച്ചേർച്ച കുറവുകളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു കർമ്മ ബേസ് പോലെയാണ് തേർഡ് പാർട്ടി കാണുന്നത്. അതൊരു വിധിയിലായിരുന്നു, അത് വിധിയായിട്ട് ഒരു പക്ഷേ അവർ നിങ്ങളിലേക്ക് വന്നതിനെ സംബന്ധിച്ചു, അതല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളിലെ പ്രോബ്ലംസിനെയൊക്കെ അതൊരു വിധിയെ പോലെ കണ്ട്, അത് വിധിയായിട്ട് കണ്ട് അതിനെ മറന്ന്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാനായിട്ട് അൺകണ്ടീഷണൽ ലവ് എനർജിയിലൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ ചില കാര്യങ്ങളിൽ നിരാശയുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു കുറ്റബോധവും അതുപോലെ തന്നെ വളരെയധികം ഒരു നിരാശയും ഫെയിലിയർ ഫീലിങ്സൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അത് അവരിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഒന്ന് മാറി നിൽക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ആ ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ടായ പാസ്റ്റിലെ ചില പാസ്റ്റിലുണ്ടായ ചില പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പം
തേർഡ് പാർട്ടിക്ക് കറൻ്റിലി കുറ്റബോധം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ അവരിൽ വന്ന മിസ്റ്റേക്ക് ആവാം. ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയതോ, അതല്ല എങ്കിൽ അവർക്കിടയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സെപ്പറേഷനോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായത് അവരിൽ നിന്ന് സംഭവിച്ച തെറ്റുകളാണെന്നുള്ള ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യരുതായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിൽ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ അതെല്ലാം തിരുത്തി അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില ആ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ എനർജീനെയൊക്കെ തിരുത്തി വളരെയധികം പോസിറ്റീവായിട്ട് അൺകണ്ടീഷണൽ എനർജിയോട് കൂടി തന്നെ തേർഡ് പാർട്ടി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി അവിടെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്കിടയിൽ പ്രോബ്ലംസുകൾ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെയെല്ലാം തേർഡ് പാർട്ടി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇംഗിതം, ആവശ്യങ്ങൾ അനുസരിച്ച് അവിടെ ബിഹേവ് ചെയ്യുക, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിൽക്കുക, ക്ഷമ പാലിക്കുക എന്നൊക്കെയുള്ളൊരു ശ്രദ്ധ തേർഡ് പാർട്ടിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകുന്നത്. ഫാമിലി എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ അത് വളരെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബോണ്ട് ഉള്ളതാക്കാനും ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി ആ ഒരു ബന്ധത്തെ നിലനിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലർ ചോദിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്കൊക്കെ വരുമ്പം തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഫാമിലി തന്നെ വരും കേട്ടോ. അതിനകത്ത് നമുക്ക് വേറൊന്നും പറയാനൊന്നും പറ്റില്ല. അത് ആ സമയത്ത് ഇപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾക്ക് ഓപ്പോസിറ്റ് ഏത് ബന്ധം വന്നാലും അതാണ് തേർഡ് പാർട്ടി കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കിങ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി നിൽക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സംതൃപ്തമാണ് കേട്ടോ, വളരെ പോസിറ്റീവാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻസുകളിലേക്ക് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ എനർജി നിൽക്കുന്നത്. തേർഡ് പാർട്ടി സംതൃപ്തിയിലാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. പക്ഷെ ഉള്ളിൽ ചില സമയത്ത് തേർഡ് പാർട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ടെൻഷൻ, ആൻസൈറ്റി എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടി. കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ തേർഡ് പാർട്ടി വളരെയധികം സംയമനം പാലിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്ഷമ നല്ല പോലെ കണക്ട് ചെയ്താണ്, ക്ഷമയോടുകൂടിയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. കാരണം വിജയിപ്പിക്കുക, സക്സസ് ആക്കുക, ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് തേർഡ് പാർട്ടിയുടെ ഉള്ളിലുള്ളത്. മെയിനായിട്ട് നോക്കുമ്പം തേർഡ് പാർട്ടി എലോൺ എനർജിയിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുമ്പം തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ എനർജി ഉണ്ട്. അതുപോലെ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയമൊക്കെ ഉണ്ട്. ഈ ഭയത്തിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത്, പാസ്റ്റിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്തയാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിക്ക് ഒരു ബർഡനായിട്ടും ഉറക്കം കെടുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തേർഡ് പാർട്ടി ഇപ്പം ക്ഷമയോടുകൂടി നിൽക്കാനും സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിലനിൽക്കാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ നേതൃസ്ഥാനവും തേർഡ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വവും തേർഡ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക, സക്സസ് ആക്കുക, ജീവിതം പൂർണ്ണതയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യമെന്നുള്ളത് വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയോട് ഭ്രാന്തമാകുന്ന ഇഷ്ടം, അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. അവരുടെ കുറവുകളെയും അവരുടെ തെറ്റുകളെയും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോകുന്നത്. വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഇനി ഒരു എലോൺ എനർജിയിൽ, ഒറ്റപ്പെടലിലേക്കോ നിരാശയിലേക്കോ പോകാൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി കാര്യങ്ങളെ നിലനിർത്തണമെന്ന് തന്നെ ലക്ഷ്യം വെച്ചാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കാലം അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി വളരെ ക്ഷമയോടുകൂടി ഈ കോൺഫ്ലിക്റ്റുകളിൽ നിന്നെല്ലാം തേർഡ് പാർട്ടി ചേഞ്ച് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വളരെ ശക്തമായിട്ടും തേർഡ് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിവാഹം എനർജിയൊക്കെ തേർഡ് പാർട്ടീനെ നിങ്ങളുടെ വ്യക്തിയെ ബേസ് ചെയ്ത് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതിനകത്ത് ചിലപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ വ്യക്തികളുടെ എനർജി, ഇപ്പോൾ ഈ കഴിഞ്ഞ സമയങ്ങളിലുള്ളവരുണ്ട്. ചിലരെ സംബന്ധിച്ച് മാര്യേജ് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത ഫാമിലി ആയിട്ട് നിന്നവരുടെയും എനർജിയാണ് കേട്ടോ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതായത് ഈ വ്യക്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുമോ, ഇവരെ വിട്ടേച്ച് പോകുമോ എന്നുള്ള ഒരു ഭയം തേർഡ് പാർട്ടിയുടെ മനസ്സിൽ കിടപ്പുണ്ട്. എപ്പോഴും ആ ഒരു പ്രോബ്ലംസ് തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് വല്ലാതെ ഒറ്റപ്പെടലും മാനസിക പിരിമുറുക്കം, കാരണം ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാരണം ഒരു ഷെയർ ചെയ്യാതെ നിൽക്കുക എന്ന ലക്ഷ്യമാണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാതിരിക്കുക, ഇമോഷണൽ ബാലൻസോട് കൂടി കാര്യങ്ങളെ കൊണ്ടുപോകുക. നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഒരു സ്നേഹവും പ്രൊട്ടക്ഷനും, അത് ഞാൻ പറഞ്ഞില്ല, ഉത്തരവാദിത്തങ്ങളൊക്കെ തേർഡ് പാർട്ടി ഏറ്റെടുത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്ത് തേർഡ് പാർട്ടിയോട് വലിയൊരു അട്രാക്ഷനും അഡിക്ഷനൊക്കെ തോന്നണം എന്നുള്ള ഒരു എനർജി വെച്ചുകൊണ്ട്. പക്ഷേ എന്നാലും തേർഡ് പാർട്ടിയുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് വിട്ടുപോകുമോ, എന്നെ നിർത്തിക്കൊണ്ട് ആ സിറ്റുവേഷൻസിലേക്ക് തിരിച്ച് ഫോക്കസ് ചെയ്യുമോ, അതോ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, എന്നോട് കാണിക്കുന്നത് സത്യസന്ധമായതാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണ തേർഡ് പാർട്ടിയുടെ ഉള്ളിലുണ്ട്. അതൊരു സമയത്ത് ഡബിൾ എനർജി ആയിട്ട് പ്രവർത്തിക്കും. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഡബിൾ എനർജി പ്രസൻസ് ആണ് ടോട്ടലി എനർജിയിലേക്ക് നോക്കുമ്പോൾ. അതായത് ഡബിൾ എനർജി പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ചുറ്റുപാടിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം ഈ ഒരു വ്യക്തി എന്നോടൊപ്പം തന്നെയാണെന്നുള്ളത്. അതല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ ബാലൻസ്, അബണ്ടൻസ്, ഒരിടത്തും തല കുനിക്കാത്ത വിധം തേർഡ് പാർട്ടിക്ക് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടും ഈ ഒരു സ്നേഹത്തെ, അതായത് മനസ്സിനകത്തില്ലാത്തൊരു സ്നേഹത്തെ തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ തട്ടി ശരിക്കും തേർഡ് പാർട്ടിക്ക് ഒരു വ്യക്തിയോട് സ്നേഹമില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഇത്രയും നമ്മൾ ഈ കേട്ടതെല്ലാം തേർഡ് പാർട്ടി പുറമേ ഒരു എന്താ പറയുക, ഒരു ഡ്രാമ രീതിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടിയുടേതാകുന്ന ഒരു നിലനിൽപ്പിന് നിങ്ങളുടെ വ്യക്തി അനിവാര്യമാണ്, ആവശ്യമാണ്. അതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളുടെ വ്യക്തി അവരെ ചീറ്റിംഗ് ചെയ്യും, നാളെ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ബന്ധത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതൊക്കെ തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ, ഒരു വശീകരണത്തിൻ്റെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി നിലനിർത്തിയിരിക്കുന്നതാണ്. തേർഡ് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. തേർഡ് പാർട്ടി എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടിക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട്, ഒരു സക്സസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അത് സാമ്പത്തികമാവാം, ജീവിത വിജയത്തെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു സെക്കൻഡ് എനർജിയിലേക്ക് തേർഡ് പാർട്ടിക്ക് ഫ്യൂച്ചറിലേക്ക് ലക്ഷ്യം വെച്ച് പോകാൻ വേണ്ടിയിട്ടാവാം. നിങ്ങളുടെ വ്യക്തിയെ നിലനിർത്തിക്കൊണ്ട് തേർഡ് പാർട്ടിക്ക് ഒരു വലിയ വിജയം നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് തേർഡ് പാർട്ടി ശക്തമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയോട് ആത്മാർത്ഥതയില്ല, പക്ഷെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ടും കാണിക്കുന്ന സ്നേഹമാണ് എന്നുള്ളത് തന്നെയാണ് തേർഡ് പാർട്ടി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഫസ്റ്റ് കാര്യം. സെക്കൻഡ്, ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടി സംതൃപ്തമല്ല, നിരാശയാണ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനോ പോസിറ്റീവായി ഒരു ബന്ധത്തെ നിലനിർത്താനോ ദീർഘകാലം സാധിക്കുകയില്ല എന്നുള്ളതും തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ബന്ധത്തിൽ വളരെ സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്ത് തേർഡ് പാർട്ടി നിൽക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഉള്ളുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതും തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ വ്യക്തിയോട് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറായിട്ട്, അതായത് മാര്യേജ് ചെയ്തവരാവാം, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ പോകുന്നവരാവാം, അതല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു ലിവിങ് ടൂതർ പോലെയൊക്കെ ജീവിതം ഇപ്പം കണക്ട് ചെയ്ത് നിൽക്കുന്നവരാവാം.
പാർട്ട്നേഴ്സ് എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടീനെ കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർ, ഈ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടിക്ക് ടോക്സിക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫുൾഫില്ലിങ് എനർജി ഇല്ല, ഒരു അൺഫുൾഫില്ലിങ് എനർജിയിലാണ്, പൂർണ്ണതയില്ലായ്മയാണ് ഉള്ളത്. പക്ഷെ അതും തേർഡ് പാർട്ടി ഹൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നു തേർഡ് പാർട്ടി. നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ശ്വാസം മുട്ടുന്ന എനർജിയിലാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടിയുടെ പ്രകടനങ്ങൾ വളരെ അസാധ്യമായ രീതിയിലാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ ഇതൊരു ടോക്സിക്കാണ്, ആത്മസംതൃപ്തമല്ലാത്ത, പൂർണ്ണതയില്ലാത്ത, മനസ്സുകൊണ്ട് ബ്ലോക്ക് ചെയ്താണ് നിൽക്കുന്നത്. അതും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇംബാലൻസിങ് എനർജി ഉണ്ട് കേട്ടോ. അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് മുന്നിൽ കൺട്രോളായിട്ട്, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ തേർഡ് പാർട്ടി ഒരു അടിയറ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടേതാകുന്ന, അവർക്ക് നല്ല രീതിയിൽ, നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് തേർഡ് പാർട്ടി ക്ഷമയോടുകൂടി നിൽക്കുന്നതെല്ലാം തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം, ഫ്യൂച്ചർ ലക്ഷ്യം ബേസ് ചെയ്ത് മാത്രമാണ്. അതല്ലാതെ നിങ്ങളുടെ വ്യക്തിയോട് നമുക്ക് കാണിച്ച അൺകണ്ടീഷണൽ ലവ് എനർജി ബേസ് ചെയ്തല്ല. ശരിക്കും നമുക്കിവിടെ കിട്ടുന്ന എനർജി, തേർഡ് പാർട്ടി ഹൈഡ് ചെയ്യുന്ന എനർജിയിലേക്ക് വരുമ്പം അവരുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അവരെല്ലാം സഹിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് മറ്റൊരു ലക്ഷ്യം, ഒരു എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് എനർജിയിലേക്ക് മാറാനുള്ള ചില കാര്യങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി ഒരു പക്ഷേ ഒരു ട്രാവലിങ്ങിന് തയ്യാറാവാൻ, അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതല്ല എങ്കിൽ തേർഡ് പാർട്ടി മറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേറൊരു ലക്ഷ്യമുണ്ട് തേർഡ് പാർട്ടിക്കുള്ളിൽ. അതിനൊരു തടസ്സമുണ്ട്, തടസ്സങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. ആ തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു എനർജിയും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ കാണുന്ന ഈ ഒരു സ്നേഹം പ്രകടനങ്ങളിലെല്ലാം അപ്പുറത്തേക്ക് ഒരു നിഗൂഢത വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കോ തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഇടയിലുള്ള മറ്റ് എനർജികൾക്കോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൈഡ് എനർജിയിലാണ് തേർഡ് പാർട്ടി കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്.